രണ്ട് ആരാധനാലയങ്ങൾ അതിലൊന്ന് പൂർത്തിയായിരിക്കുന്നു, ഒന്ന് പൂർത്തിയാകേണ്ടതുണ്ട്. രാജ്യത്തിന്റെ മതേതര മനസ്സിന്, ജനാധിപത്യ ബോധത്തിന് ഒക്കെ വലിയ തോതിൽ വലിയ മുറിവുകളേറ്റ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി അതേ ചൊല്ലി ഒരു കലാപമോ അതേ ചൊല്ലി കൂടുതൽ മുറിവുകളോ ഇല്ലാത്ത സമാധാനമുള്ളൊരു കാലം വാഗ്ദാനം ചെയ്യാൻ അവിടെ ഉയരുന്ന രണ്ട് മതസ്ഥാപനങ്ങൾക്ക്, രണ്ട് ആരാധനാലയങ്ങൾക്ക് കഴിയുമെന്ന വിശ്വാസം ആ മണ്ണിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ? പൂർണ്ണമായിട്ടുമുണ്ട് മാധു. ഇന്ന് പരിശുദ്ധമായ ഈ ശ്രീരാമക്ഷേത്രത്തിൽ പോകാനുള്ള വലിയ ഭാഗ്യമുണ്ടായി. ചില ദേശീയ മാധ്യമങ്ങൾക്കടക്കം അതിന്റെ കമന്ററിയും കാര്യങ്ങളായിട്ട് പോവുകയുണ്ടായി. അതോടൊപ്പം ധന്നിപ്പൂർ മസ്ജിദ് അഥവാ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പേരിൽ അവിടെ ഉയരാൻ പോകുന്ന മെയ് 2024 പണി തുടങ്ങാൻ പോകുന്ന ഇപ്പോ ഒരു മസാർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം മാത്രമായി നിൽക്കുന്ന ധന്നിപ്പൂർ മസ്ജിദിൽ പോകാൻ ഇടയുണ്ടായി. പല ആൾക്കാരോടും സംസാരിക്കാൻ ഇടയുണ്ടായി. നമ്മുടെ രാജ്യം ഒരുപാട് ഡിബേറ്റ് ചെയ്യുകയും തർക്കങ്ങളിലൊക്കെ പോവുകയും ചെയ്തൊരു വിഷയമാണെന്ന് നമുക്ക് എല്ലാം അറിയാം. ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടായി, ഒരുപാട് കലാപങ്ങൾക്ക് വഴി തെളിച്ചു. അപ്പൊ ഇതിനൊരു പരിഹാരം വേണം, ഇതിന് മുമ്പോട്ടുള്ള ഒരു യാത്ര വേണം. അതുകൊണ്ട് ശരിയാ, ചരിത്രപരമായ ചില തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങളും ഉണ്ടാകാം, നിയമത്തിന്റെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാം, ജഡ്ജ്മെന്റിനെ കുറിച്ച് ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ സുപ്രീം കോടതി പോലും ഈ രീതിയിൽ ഒരു ബാലൻസ് എടുത്തൊരു നിലപാട് എടുക്കുന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മുടെ രാജ്യത്തിന് ഒരു സമന്വയവും സമവായവും ആവശ്യമാണ്. ഞാൻ ഒരു പാർട്ടിയുടെയും ഭാഗമല്ല, പക്ഷെ ഇന്ന് സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി 4 തവണ സമന്വയം എന്ന വാക്ക് പറഞ്ഞിരുന്നു. അദ്ദേഹം മഹാത്മാഗാന്ധി അടക്കം കോട്ട് ചെയ്തും സംസാരിച്ചിരുന്നു. ഒരു സമന്വയത്തിന്റെ പാത ഇവിടെ ആവശ്യമാണ്. അവിടെ നാളെ നമുക്ക് അമ്പലവും വേണം, പള്ളിയും വേണം, നമുക്ക് മന്ദിരവും വേണം, മസ്ജിദും വേണം. ഇത് രണ്ടും വേണം. അതോടൊപ്പം സ്കൂളും കോളേജും വികസനവും എല്ലാം വേണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നമ്മുടെ രാജ്യത്തിന് തീർച്ചയായും പോകാൻ കഴിയും. ഇവിടത്തെ ജനങ്ങൾ കുറെ കൂടെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇവിടെ മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. പൂർണ്ണമായി ഉണങ്ങിയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ മുറിവുകൾ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. കുറെ കൂടെ പ്രതീക്ഷാ നിർഭരമായി മുമ്പോട്ട് പോകാനുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ശ്രീ ഇക്ബാൽ അൻസാരിയെ പോലുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. ഓൾ ഇന്ത്യ ഇമാം കൗൺസിലിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു പ്രമുഖനായ മുസ്ലിം സമൂഹത്തിലെ ഒരാൾ വന്നിരുന്നു. ആ അർത്ഥത്തിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു പാത ഈ നാട്ടിൽ പോസിബിൾ ആണ്. ആ രീതിയിൽ ഇനിയും ഒരു അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് തർക്കിക്കാതെ രാമനും റഹീമും അല്ലെങ്കിൽ നാളെ മറ്റൊരു സങ്കല്പവും ഒന്നാണെന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണെന്നുള്ള ഒരു തിരിച്ചറിവ് വരണം. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ മഹാത്മാഗാന്ധി ഉറപ്പായിട്ടും രാമക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഒരു സെൽഫി എടുത്തിടുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ധന്നിപ്പൂർ മോസ്കിൽ പോയി അവിടെ നിന്ന് ഒരു സെൽഫി എടുത്തെടുത്തുമായിരുന്നു. കാര്യം നമുക്ക് രണ്ടും വേണ്ട എന്നുള്ള മതേതരത്വം അല്ല, നമുക്കൊരു നെഗറ്റീവ് സെക്കുലറിസം അല്ല, പകരം ഒരു പോസിറ്റീവ് സെക്കുലറിസം, പ്ലൂറലിസം, ബഹുസ്വരത, മതസൗഹാർദ്ദം എന്ന രീതിയിലാണ് പോകേണ്ടത്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇലക്ട്രിഫൈയിങ് ആണ്. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. ഇതേപോലെ തന്നെ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷന് നേതൃത്വം നൽകുന്ന ധന്നിപ്പൂർ മോസ്കിലേക്കും പോകാൻ നമുക്ക് കഴിയണം. എന്നാൽ കഴിയുന്ന ചെറിയൊരു സംഭാവന, എന്റെ അവധിക്ക് നിൽക്കുന്ന ചെറിയൊരു സംഭാവന ഞാൻ രാമക്ഷേത്രത്തിനും ഈ ധന്നിപ്പൂർ പള്ളിക്കും കൊടുക്കുകയുണ്ടായി. ആ രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാർ 25 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ രീതിയിൽ ഇന്ത്യക്കാർ പഴയ കാലത്തിന്റെ മുറിവുകൾ ഉണങ്ങി പുതിയൊരു തുടക്കത്തിലേക്ക് മാറണം. രാമരാജ്യം എന്താണെന്ന് ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അത് യേശുദേവന്റെ സ്വർഗരാജ്യവും ഖലീഫയുടെ സ്വപ്നരാജ്യവുമാണെന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ ഒരു പോസിറ്റീവായ രാമരാജ്യത്തിന്റെ, ബഹുസ്വരതയുടെ, മതസൗഹാർദ്ദത്തിന്റെ, പരസ്പരം ഐക്യത്തിന്റെ, സമന്വയത്തിന്റെ തുടക്കമായി മാറട്ടെ എന്നാണ് സാധാരണ ഒരു ഇന്ത്യക്കാരന് പ്രാർത്ഥിക്കാൻ കഴിയുക. ഓക്കെ.